നിങ്ങളാണ് ഷുക്കൂറിന്റെ ബാപ്പ അല്ലേ? അല്ല, ഞാൻ വല്യാപ്പേ. ഓന്റെ ബാപ്പ ഗൾഫിലാ. അല്ല, ഓനപ്പ പുറത്താക്കിയത്. പുറത്താക്കിയ വിഷയം സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾ മദ്രസക്ക് വരി. ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ തീരെ സമയമല്ല. മദ്രസയിൽ ബെല്ലടിക്കാൻ സമയമായി. നിക്ക്, എനിക്ക് നടക്കാൻ തീരെ വയ്യ. മുട്ടുംകാലിന് വേദന. നിങ്ങൾ കാരണം ഭാര്യ മൊഴിയാറേ. ഇവനെ പറ്റിയുള്ള മധു എത്ര പറഞ്ഞാലും തീരൂല. അത്രക്ക് മുന്തിയ സ്വഭാവത്തിൽ അത് തിരുത്താൻ എനിക്ക് എന്നല്ല, കേരളത്തിലെ മുഴുവൻ ഉസ്താദന്മാർ വിചാരിച്ചാലും നടക്കൂല. ഇവനോ ഒരക്ഷരം പഠിക്കൂല. എന്നാ പഠിക്കണ കുട്ടികളെ അതിന് സമ്മതിക്കൂല. ഞങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കാനും സമ്മതിക്കൂല. ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ കേക്കാം ക്രീ ഫ്രൂ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ തൊര. അത് ഇവന്റെ തൊള്ളേന്ന് വരുന്നതാണ്. കുട്ടികളല്ല മൊലിയാരെ, കുറച്ചൊക്കെ പൊട്ടിതെറുപ്പുണ്ടാവും. കുറച്ചോ? ഇവന്റെ കുരുത്തക്കേട് വിദേശത്തേക്ക് കയറ്റി വെച്ചാലും തീരാത്തത്ര ഉണ്ട്. ആ, അതൊക്കെ പോട്ടെ. ഒരു കൊല്ലം കൂടി അവനെ സഹിച്ചാൽ മതിയല്ലോ. അടുത്ത കൊല്ലം മദ്രസിന്ന് പോയി കിട്ടുമല്ലോ. ഏതായാലും മദ്രസിൽ 7ാം ക്ലാസ് ഇല്ലാത്ത നന്നായി. നിങ്ങൾ ഇപ്പോഴും അവനെ പുറത്താക്കിയതിന്റെ കാരണം പറഞ്ഞില്ല. പരീക്ഷന്റെ ഉത്തരപേപ്പർ ഒപ്പിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. അത് തന്നെ പരീക്ഷന്റെ ഉത്തരപേപ്പറോ? അങ്ങനെ ഒരു സംഗതി തന്നെ ഞങ്ങൾ അറിഞ്ഞില്ല. ആഹാ, ഓൻ പറയൂല. കാരണം എന്താ അറിയോ? അത് ഞാൻ പറഞ്ഞുതരാം. ശുക്കൂറേ, അതിന്റെ ഉത്തരപേപ്പർ എടുത്താ? അത് കാണാനില്ല. കേട്ടില്ലേ? അത് ഞാൻ കാണിച്ചുതരാം. കണ്ടങ്ങള് തൊള്ള തുറന്നാവാൻ നോണേ പറയുള്ളൂ. സത്യം പറയണം സത്യം പറയണമെന്ന് മൊയ്ലിയാന്മാർ എത്ര പറഞ്ഞിട്ട് ഓനെ മനസ്സിലാണ്ടേ? ഇതാ നോക്കി, 50 മുട്ട. ലബോറട്ടറി കൊണ്ടുപോയി പരിശോധിച്ചാലും അരമാർക്കെങ്കിലും ഇടാനുള്ള ശരിയുത്തരിയിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇതാ നോക്കി, വലതും എന്നുള്ളതിന് വിപരീതം എന്താ? ബിന്തുൻ. നവൻ എഴുതിയതോ ഇടതുൻ. കണ്ടില്ല നിങ്ങള്? ആ, വേറെ നല്ലൊരു വിറ്റുണ്ട്. സക്കാത്തിന്റെ അവകാശികൾ എത്ര, അവരാരല്ലാന്നുള്ളതിന് ഓൻ എഴുതി നോക്കി. തോട്ടത്തിൽ അലവി, പുതിയോട്ടിൽ അവറാങ്ക, കുന്നത്ത് ഉണ്ണിക്കുട്ടി, പാടത്തൊടി ഖദീസുമ്മ, പുഴക്കര ഇസ്മാൽച്ചാക്ക, പരിയാരം ഉസ്മാൻക, ഇങ്ങനെ തുടങ്ങി ഈ നാട്ടിലെ 10-20 പെരക്കാരെ പേരെരിച്ചു. അതിൽ കട്ടേക്കാടൻ ചെറിയോനാക്കന്റെ പേരുണ്ടോ? ഇല്ലല്ലോ.